പാലക്കാട് കരിമ്പയിൽ 4 വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ച അപകടത്തിന്റെ നടുക്കം നാടിന് വിട്ടുമാറിയിട്ടില്ല. അപകടത്തിന് പിന്നാലെ കരിമ്പ പനയമ്പാടത്ത് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അധികാരികൾ. നാളെ പ്രദേശത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും. വേഗത നിയന്ത്രിക്കാൻ പോലീസിന്റെ കർശന പരിശോധന ആരംഭിക്കാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. പ്രദേശത്ത് കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം വിളിച്ചത്. റോഡ് പരിപാലിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായി കെ ശാന്തകുമാരി MLA 24-നോട് പറഞ്ഞു. ഈ റോഡിലാണ് അപകടം നടന്നത്. ഈ ഇറക്കവും മിനുസമുള്ള റോഡുമെല്ലാം പല കാലങ്ങളായി ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. അവിടുന്ന് പള്ളിപ്പടിയിൽ നിന്ന് ദുബായ് കുന്ന് മുതൽ ഇവിടെ തുപ്പനാട് വരെയുള്ള ഈ ദേശീയപാതയിലാണ് പ്രധാനമായും ഇത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത്. 6 മാസത്തിനിടെ 35 മരണങ്ങൾ. പറഞ്ഞും പരാതി കൊടുത്തും മടുത്തു നാട്ടുകാർക്ക്. ഇവിടെ 4 കുട്ടികളുടെ ജീവൻ കൂടി പൊലിഞ്ഞതോടെ ജനരോക്ഷം ഇന്നലെ അണപൊട്ടി. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുമായി ഇന്ന് ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചർച്ച നടന്നത്. റോഡിലെ വളവടക്കം എല്ലാ പ്രശ്നങ്ങളും യോഗത്തിൽ നാട്ടുകാർ ഉന്നയിച്ചു. അമിത വേഗത നിയന്ത്രിക്കാൻ ഇന്നു മുതൽ പോലീസ് പരിശോധന. ദിവസവും ചെയ്യേണ്ട ജോലികൾ പ്രത്യേകം വിലയിരുത്താനും തീരുമാനം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി യോഗം ചേർന്നത്. സ്പീഡ് നിയന്ത്രിക്കാൻ പോലീസ് വളരെ ശക്തമായിട്ട് നാളെ ഓരോ വർക്കും ചെയ്യാനുള്ളൊരു സമയം വേണമല്ലോ. നാളെ ചെയ്യേണ്ടത് എന്താണ്, മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ അതൊന്ന് അവിടെ പരിശോധിക്കട്ടെ. നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ. ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ, ആക്സിഡന്റ് ഉണ്ടാകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും. പോലീസും മോട്ടോർ വാഹന വകുപ്പും PWD ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ടീം സുരക്ഷാ ഓഡിറ്റിംഗ് നാളെ നടത്തും. ഇതിലെ നിർദ്ദേശങ്ങൾ വെച്ച് പദ്ധതി തയ്യാറാക്കും. റോഡിലെ ഗ്രിപ്പ് വയ്ക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് അടിയന്തരമായിട്ട് അവിടെ മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് സ്മൂത്തനിങ് കുറയ്ക്കാനായിട്ട് ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടി പറഞ്ഞിട്ടുണ്ട്. അത് അവരിപ്പോൾ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മെഷീൻ ഇവിടെ സ്ഥലത്തില്ല, അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ സന്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്പീഡൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അപകടത്തിന് കാരണമായ 2 ലോറികളുടെയും ഡ്രൈവർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കാസർഗോഡ് സ്വദേശി മഹേന്ദ്ര പ്രസാദ്, മലപ്പുറം സ്വദേശി പ്രജീഷ് ജോൺ എന്നിവരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പിൽ അറസ്റ്റ് ചെയ്തത്. അതിവേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. ഇപ്പോഴത്തെ വേദനയും ജനരോഷവും തണുക്കുമ്പോൾ ഈ ഉറപ്പുകളിൽ നിന്ന് പിന്നോട്ടു പോകരുത്. ഇനിയും കണ്ണീരണിയാൻ കരിമ്പയ്ക്ക് കഴിയില്ല. വിപിൻ സി വിജയൻ, 24 പാലക്കാട്.